ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് എവിടെയെന്ന് അറിയാൻ വന്നിരുന്നത്. വാ കാണിച്ചരാ. ഇതാണ് നമ്മളിന്ന് വന്നേക്കുന്ന സ്ഥലം. ഇത് അൽക്കാമി ബീച്ചിലെ ലാസ്റ്റ് എക്സിറ്റിലുള്ള ഒരു പാർക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ കാണാൻ കുറെ കാഴ്ചകളുണ്ട്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഒരു ഓക്സിജൻ സ്റ്റാച്ചു. ഇത് കാണാൻ ശരിക്കും ഒറിജിനൽ പോലെയല്ലേ? നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനിലോട്ടാണ്, പ്രോമിസ് ബ്രിഡ്ജ്. ഇതാണ് പ്രോമിസ് ബ്രിഡ്ജ്. ഇവിടെ വരുന്ന കപ്പിൾസ് ലോക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ ലോക്കിൽ ക്രെയിൻ എഴുതിയിട്ട് ഈ ബ്രിഡ്ജിൽ ലോക്ക് ചെയ്തിട്ടിട്ട് ആ കീ വെള്ളത്തിലോട്ട് എറിയും. ഇങ്ങനെ ചെയ്താൽ അവർ ഒരിക്കലും പിടിയില്ല എന്നാണ് പറയുന്നത്. ഈ ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ മരങ്ങളെല്ലാം കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഇതെല്ലാം ബോൺസായി മരങ്ങളാണ്. അതാണ് കാണാൻ ഇത്രയും ഭംഗി. എല്ലാരും വന്ന് ഇത് കണ്ടോ? എന്തോരം മീനുകളാ ഇവിടെ. ഈ വെള്ളത്തെ മീനിനെയൊക്കെ കണ്ടപ്പോൾ ആളും മീൻ പിടിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് ഇവിടെ. ആദ്യക്കുട്ടൻ കുറെ നേരമായിട്ടോ ഫ്രണ്ട്സ് മീനെ പിടിക്കാൻ നോക്കുന്നത്. പക്ഷെ അവന് ഒരു മീനെ പോലും കിട്ടിയിട്ടില്ല.
ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടന്നപ്പോഴാണ് രസകരമായ കാഴ്ച കണ്ടത്. ഈ മീനെ കണ്ടോ നിങ്ങൾ? ഇത് ഇവളുടെ വീടാണ്. ഇതിന്റെ അടുത്തോട്ട് വരുന്ന എല്ലാ മീനുകളെയും ഇവൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ആ കുഴിയിൽ ഇവൾ മുട്ടയിട്ടിട്ടുണ്ട്. ആ മുട്ടയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവൾ ഈ മീനിനെ എല്ലാം ഒഴിച്ചു ഇടുന്നത്. ഞങ്ങൾ ഈ കാഴ്ച കുറെ നേരം കണ്ടുകൊണ്ടിരുന്നു. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതേപോലെ കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോ എടുത്തിട്ടോ ഫ്രണ്ട്സ്. ഇനി നമ്മൾ പോകുന്നത് ഫിഷിംഗ് ഫീൽഡിലോട്ടാണ്. ഇതാണ് ഫിഷിംഗ് വാലി. ഈ കിണറിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് ഈ കിണറിന്റെ ഉള്ളിലോട്ട് ഒരു ദിർഹം ഇട്ടാൽ ആ ആഗ്രഹം നടക്കുമെന്നാണ് പറയുന്നത് ഫ്രണ്ട്സ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ ഓരോ കോയിൻസും ഓരോ പേരുടെ ആഗ്രഹങ്ങളായിരിക്കുമില്ലേ? അങ്ങനെ ഉമ്മ എനിക്ക് ഒരു ദിർഹം തന്നു ഫ്രണ്ട്സ്. അങ്ങനെ ഞാനും മനസ്സിൽ ഒരു ആഗ്രഹം വിചാരിച്ചിട്ട് ഒരു ദിർഹം അതിനകത്തോട്ട് ഇട്ടു. ഞാൻ എന്താണ് ആഗ്രഹിച്ചതെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? ഫിഷിംഗ് വാലിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാത്രിയായി തുടങ്ങി. ഞാനും അത് കൂട്ടന് ഈ ജീപ്പിലിരുന്ന് കുറച്ചേരെ കളിച്ചു. ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ. അങ്ങനെ ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് മടങ്ങി. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.